ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ അഷ്ടസപ്തതിതമോധ്യായഃ. ഇന്ന് ദശമസ്കന്ധത്തിൽ 78ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ശിശുപാലൻ, ശാല്വൻ, പൗണ്ഡ്രകൻ ഇവർ കൃഷ്ണനാൽ വധിക്കപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ സ്നേഹിതനായ ദന്തവക്ത്രൻ ഭഗവാനെ കൊല്ലുവാനായി ഗദയും എടുത്തുകൊണ്ട് എത്തി. എന്നിട്ട് കൃഷ്ണനെ ആക്ഷേപിച്ചു. ഗദ കൊണ്ട് കൃഷ്ണന്റെ ശിരസിൽ അടിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? ഗദ എടുത്ത് അവന്റെ മാറത്തടിച്ചു. അവൻ രക്തം ഛർദിച്ച് പ്രാണഹീനനായി നിലത്ത് വീണു. അവന്റെ ശിരസിൽ നിന്ന് ഒരു തേജസ് ഭഗവാനിൽ ലയിച്ചു. കാരണം അവൻ സനകാദികളാൽ ശപിക്കപ്പെട്ട വിഷ്ണു പാർഷദനായ വിജയന്റെ 3ാമത്തെ ജന്മമായിരുന്നു. അടുത്തതായി ദന്തവക്ത്രന്റെ സഹോദരനായ വിദുരഥൻ കൃഷ്ണനെ വധിക്കുവാനായി വാളും പരിചയം കൊണ്ട് വന്നു. കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് അവന്റെ ശിരസറുത്തു. ദേവന്മാർ, മുനിമാർ, ഗന്ധർവന്മാർ മുതലായവർ കൃഷ്ണനെ പുകഴ്ത്തി പുഷ്പവർഷം ചെയ്തു. പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ ബലരാമൻ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച ശിശുപാലസ്യ ശാല്വസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതിഃ പരലോകഗതാനാം ച കുർവൻ പരോക്ഷ സൗഹൃദം. ശ്ലോകം 2 കൂടെ ചേർത്ത് വായിക്കാം. ഏകപദാദി സംക്രുദ്ധോ ഗതപാണി പ്രകമ്പയൻ പദ്ഭ്യാം ഇമാം മഹാരാജ മഹാസത്വോ വ്യദൃശ്യത. ശിശുപാലസ്യ ശാല്വസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതിഃ. ശിശുപാലനും ശാല്വനും പൗണ്ഡ്രകനും പരലോകഗതാന പരലോകത്തെ പ്രാപിച്ചപ്പോൾ, കൃഷ്ണനാൽ കൊല്ലപ്പെട്ടപ്പോൾ പരോക്ഷ സൗഹൃദം, പരോക്ഷത്തിൽ ചെയ്യേണ്ട സ്നേഹത്തെ കുർവൻ ചെയ്യുന്നവനായി ദുർമതിഹി ദുർബുദ്ധിയായ ദന്തവക്ത്രൻ. ശിശുപാലനും ശാല്വനും പൗണ്ഡ്രകനും എല്ലാം കൃഷ്ണന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ സ്നേഹിതനായ ദന്തവക്ത്രൻ കൂട്ടുകാരുടെ സ്നേഹനിമിത്തമായി എന്തു ചെയ്തു? ഏകക സഹായമില്ലാത്തവനായി. 2ാമത്തെ ശ്ലോകമാണ്. പദാതി കാൽനടയായി സഞ്ചരിച്ച് സംക്രുദ്ധക ഏറ്റവും കോപിച്ചവനായി ഗദാപാണിഹി കയ്യിൽ ഗദയോടുകൂടിയവനായി പ്രകമ്പയൻ പ്രകമ്പനമുള്ളവനായി പദ്ഭ്യാം ഇമാം മഹാരാജൻ പാദങ്ങൾ കൊണ്ട് ഇമാം ഈ ഭൂമിയെ പ്രകമ്പിപ്പിച്ചുകൊണ്ട്, അതായത് വിറപ്പിച്ചുകൊണ്ട്, ഭൂമിയിൽ ആഞ്ഞു ചവിട്ടി വിറപ്പിച്ചുകൊണ്ട് മഹാരാജ, അല്ലയോ മഹാരാജാവേ, വ്യദൃശ്യത കാണപ്പെട്ടു. അപ്പോ ശിശുപാലൻ, ശാല്വൻ, പൗണ്ഡ്രകൻ ഇവരൊക്കെ കൃഷ്ണനാൽ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ സുഹൃത്തായ
ദന്തവക്ത്രൻ എന്ത് ചെയ്തു? അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കയ്യിൽ എന്ത് ചെയ്തു? ഗദയും എടുത്തുകൊണ്ട് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഭയങ്കരമായ ശബ്ദത്തോടുകൂടി വന്നു. അപ്പോഴുണ്ടോ അവൻ എന്ത് ചെയ്തു? നേരിട്ട് അവൻ വരുന്നത് ഭഗവാൻ കണ്ടു. അവൻ ആരായിരുന്നു? ദന്തവക്ത്രനായിരുന്നു. ശിശുപാലസ്യ ശാല്യസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതിഃ പരലോകഗതാനാം ച കുർവൻ പരോക്ഷ സൗഹൃദം ഏകപദാദി സംഹൃതോ പാദ ഗതാപാണി പ്രകമ്പയൻ പദ്മ്യാമിമാം മഹാരാജ മഹാസത്വോ വിദൃശ്യത. ശ്ലോകം 3. തം തഥാ ആയാന്തമാലോക്യ ഗതാമാദായ സത്വരഃ അവപ്ലുപ്യ രഥാത് കൃഷ്ണ സിന്ധും വേലേവ പ്രത്യഥാത്. തം തഥാ ആയാന്തം ആലോക്യ, തഥാ പ്രകാരം, ആയാന്തം തം നേരിട്ട് വരുന്ന അവനെ ആലോക്യ കണ്ടിട്ട്, അപ്പൊ അവങ്ങനെ വരുന്നത് കൃഷ്ണൻ കണ്ടിട്ട്, ഗതാം ആദായ കൃഷ്ണന് ഒരു ഗതയെടുത്ത് കൈ പിടിച്ച്, സത്വരഹ ത്വരയോടുകൂടി കൃഷ്ണൻ രഥ തേരിൽ നിന്ന് അവപ്ലുപ്തിയ ഇറങ്ങി, വേല കര സിന്ധുമിവ സമുദ്രത്തെ എന്ന പോലെ, അതായത് സമുദ്രത്തെ കര തടഞ്ഞു നിർത്തുന്നത് പോലെ, കരയുള്ളതുകൊണ്ടാണ് സമുദ്രം അവിടെ നിൽക്കുന്നത്. അപ്പൊ സമുദ്രത്തെ കര തടഞ്ഞു നിർത്തുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്തു? പ്രതിരോധിച്ചു. അപ്പൊ അവൻ നടന്നു വരുന്നതുകൊണ്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അവനെ അവിടെ തടസ്സപ്പെടുത്തി. അവൻ ചാടി പുറപ്പെടുകയാണ്. അപ്പോഴാണ് കൃഷ്ണൻ കണ്ടത്. കൃഷ്ണൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അവനെ അവിടെ തടസ്സപ്പെടുത്തി, അവിടെ പ്രതിരോധിച്ചു, നിർത്തി. തം തഥായാന്തമാലോക്യ ഗതമാദായ സത്വര അവപ്ലുപ്യ രഥാത് കൃഷ്ണ സിന്ധും വേല ഇവ പ്രത്യഥാത് വേല ഇവ പ്രത്യഥാത്. ശ്ലോകം 4. ഗതാമുദ്യമ്യ കാരുഷോ മുകുന്ദം പ്രാഹ ദുർമദഃ ദിഷ്ട്യാ ഭവാനദ്യ മമ ദൃഷ്ടിപദം ഗതഃ. ഗതാം ഉദ്യമ്യ കാരുഷഃ മുകുന്ദം പ്രാഹ ദുർമദഃ. ദുർമദ എന്ന് വെച്ചാൽ ദുഷ്ടമായ മതത്തോടുകൂടിയ കാരുഷൻ, അതായത് ദന്തഭക്തൻ, കാരുഷ രാജ്യത്തിലെ രാജാവ് കാരുഷൻ, ദന്തഭക്തൻ ഗതയെ ഉദ്യമ എടുത്തിട്ട് അദ്യ ഇപ്പോൾ ഭവാൻ നീ മമ എന്റെ ദൃഷ്ടിപഥം നേത്രമാർഗത്തെ ഗത പ്രാപിച്ചവനായി ദിഷ്ട്യ മഹാഭാഗ്യം കണ്ടല്ലോ. അല്ലെങ്കിൽ അത് നല്ലത് തന്നെ. മുകുന്ദം കൃഷ്ണനോട് പറഞ്ഞു. അപ്പൊ കൃഷ്ണനോട് അവൻ ദേഷ്യത്തോട് പറയുകയാണ്, നീ എന്റെ മുമ്പിൽ തന്നെ വന്ന് ചാടിയല്ലോ, അത് മഹാഭാഗ്യം തന്നെയാണ്. ദിഷ്ട്യ മഹാഭാഗ്യം തന്നെയാണ് എന്ന് കൃഷ്ണനോട് പറഞ്ഞു. നിന്നെ കൊല്ലാനാണ് ഞാൻ എത്തിയത്, അപ്പൊ നീ എന്റെ മുമ്പ് തന്നെ വന്ന് ചാടി, അത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞു. ഗതാമുദ്യമ്യ കാരുഷോ മുകുന്ദം പ്രാഹ ദുർമദഃ ദിഷ്ട്യാ ഭവാനദ്യ മമ ദൃഷ്ടിപദം ഗതഃ. ശ്ലോകം 5. ത്വം മാതുലേയോ ന കൃഷ്ണ മിത്രധുക്മാം ജിഘാംസസി അതസ്ത്വാം ഗതയാ മന്ദ ഹനിഷേ വജ്രകൽപ്പയാം. എന്നിട്ട് കൃഷ്ണനോട് പറയാണ്, ത്വം മാതുലേയോഹോ നഹ കൃഷ്ണ, ഹേ കൃഷ്ണ, ത്വം നീ നഹ ഞങ്ങളുടെ മാതുലേയ അമ്മാവന്റെ പുത്രനാണ്, ഞങ്ങളുടെ ബന്ധുവാണ്, അതായത് വസുദേവരുടെ സഹോദരിയുടെ മക്കളാണ്. അപ്പൊ നീ അമ്മാവന്റെ പുത്രനും മിത്രങ്ങളെ ഹനിക്കുന്നവനുമാകുന്നു. മാം എന്നെ ജിഘാംസസി, നീ കൊല്ലാൻ ഇച്ഛിക്കുകയാണോ? അപ്പൊ നീ നിന്റെ ബന്ധുവാണെങ്കിലും മിത്രങ്ങളായ ശിശുപാലാദികളെ ഹനിച്ച് എന്നെയും കൊല്ലാനായി ഭാവിക്കുകയാണോ?
തതഹ അതുകൊണ്ട് മന്ദ ബുദ്ധിഹീന വജ്രകൽപ്പയ വജ്രത്തിന് തുല്യമായ ഗത കൊണ്ട് തോം നിന്നെ ഹനിഷ്യെ ഞാനിപ്പോ കൊല്ലും. അപ്പൊ നീ ശിശുപാലനെ വധിച്ചതുപോലെ എന്നെയും വധിക്കാൻ ഇച്ഛിക്കുകയാണോ? നീ എന്നെ കൊല്ലാൻ വന്നോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ വജ്രതുല്യമായ ഗത ഉപയോഗിച്ച് നിന്നെ ഇതാ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പൊ ഇത് നിന്ദാപരമായിട്ട് പറയുന്നെങ്കിൽ അതിനെ സ്തുതിപരമായിട്ട് എടുക്കുമ്പോൾ, കൃഷ്ണ നീ എന്റെ പരമബന്ധുവാണ്, ശിശുപാലന് മോക്ഷം നൽകി, അപ്പൊ എനിക്ക് മുക്തി തരാൻ ഭാവിക്കുന്നു. അപ്പൊ ഈ ദന്തവക്ത്രൻ ആരാണ്? ശിശുപാലൻ ആരായിരുന്നു? ഭഗവാന്റെ പാർശ്വതനായിരുന്ന ജയനായിരുന്നു. ഈ ദന്തവക്ത്രൻ ഭഗവാന്റെ പാർശ്വതനായ വിജയനായിരുന്നു. സനകാദികളുടെ ശാപനിമിത്തം 3 ജന്മം അസുരയോനിയിൽ ജനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദന്തവക്ത്രൻ ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനായും, 2ാമത്തെ ജന്മത്തിൽ കുംഭകർണനായും, 3ാമത്തെ ജന്മത്തിൽ ദന്തവക്ത്രനായും ജനിച്ചതാണ്. അപ്പൊ ഈ 3ാമത്തെ ജന്മത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണമുണ്ടായി മോക്ഷം പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാണ്, നീ ശിശുപാലൻ ജയനായിരുന്നല്ലോ, അപ്പൊ ശിശുപാലന് മോക്ഷം കൊടുത്ത പോലെ എനിക്ക് മോക്ഷം മുക്തി തരാൻ വരികയാണോ? അതിനൊരു കാരണം അങ്ങേക്ക് വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വജ്രം തുല്യമായ ഈ ഗത അങ്ങയുടെ നേർക്ക് എറിയാണ്. അതെങ്ങനെയാണ്? അത് അങ്ങേക്ക് ഒരു താമരപ്പൂ മാല പോലെ മൃദുവായിട്ട് അങ്ങ് സഹിക്കണമേ എന്നുകൂടി സ്തുതിപരമായിട്ട് ഇതിനെ പറയാം. ത്വമ്മാതുലേയോ ന കൃഷ്ണ മിത്രധു മാം ജിഖാംസസി അധസ്ത്വാം ഗതയോ മന്ദ ഹനിഷ്യെ വജ്രകൽപ്പയാം. ശ്ലോകം 6. തർഹ്യാനൃണം ഉപൈമ്യജ്ഞ മിത്രാണാം മിത്രവത്സലഃ ബന്ധുരൂപം അരീം ഹത്വാ വ്യാധിം ദേഹചരം യഥാ. തർഹ്യ ആനൃണ്യം ഉപൈമി അജ്ഞാ മിത്രാണാം മിത്രവത്സലഃ. തർഹി എന്നാൽ മിത്രവത്സലഃ മിത്രങ്ങളിൽ താല്പര്യമുള്ളവനായ അഹം ഞാൻ ബന്ധുരൂപം ബന്ധുവിന്റെ ഭാവത്തിൽ ഇരിക്കുന്ന അരിം ശത്രുവിനെ ദേഹചരം ദേഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന വ്യാധി യഥാ രോഗമെന്ന പോലെ ഹത്വ കൊന്നിട്ട് അജ്ഞാഹേ മൂഢ മിത്രാണാം ബന്ധുക്കളുടെ ആനൃണ്യാം കടം തീർക്കുക എന്ന അവസ്ഥയെ ഉപൈമി പ്രാപിക്കുന്നു. അപ്പൊ എന്നിട്ട് ദന്തഭക്തൻ കൃഷ്ണനോട് പറയാണ്, ഹേ മൂഢ, ബന്ധുവിന്റെ നിലയിൽ ഇരിക്കുന്ന ശത്രുവായ നിന്നെ ദേഹത്തിൽ രോഗം ബാധിച്ചാൽ ആ രോഗത്തെ നശിപ്പിക്കണമല്ലോ. അതുപോലെ എന്റെ ബന്ധുക്കളുടെ നേരെ നീ കാട്ടിയ ദുർവൃത്തിക്ക് തക്ക പ്രതിഫലം ചെയ്ത് ഞാൻ ബന്ധുക്കളുടെ നേരെയുള്ള കടം വീട്ടും എന്ന് പറയുകയാണ്. അപ്പൊ ഇത് നിന്ദാപരമായി പറയുന്നു. ഇനി സ്തുതിപരമായി എടുത്താൽ അജ്ഞൻ എന്ന് പറഞ്ഞാൽ യാതൊരുത്തനേക്കാൾ മീതെ അറിവുള്ളവൻ ആരുമില്ലയോ അവനാണ് അജ്ഞൻ, അതായത് സർവജ്ഞൻ. വ്യാധി എന്ന് പറഞ്ഞാൽ വിശേഷണ മനസ്സിൽ ആധിയേതെ ധരിക്കപ്പെടുന്നവൻ ഭഗവാൻ വ്യാധിരൂപൻ, അതായത് സർവ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ സ്തുതിപരമായി പറയുമ്പോൾ എന്റെ ഗത കൊണ്ടുള്ള അടി അങ്ങേക്ക് താമരപ്പൂ പോലെ മാല പോലെ മൃദുവായി തോന്നണം. അത് അങ്ങ് സഹിക്കുന്നത് ആയാൽ എനിക്ക് മഹാബലം തന്നെയാണ്. ഹേ സർവജ്ഞ, ഗതായുധം കൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദേഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന സർവ അന്തര്യാമി അങ്ങാകയാൽ അങ്ങ് എന്റെ ബന്ധുവാണ്. ബ്രാഹ്മണ ശാപ നിമിത്തം ഇപ്പോൾ ഞാൻ ശത്രുവിനെ പോലെ അങ്ങയോട് പെരുമാറുന്നു. ഈ ആരാധന കൊണ്ട് അങ്ങയെ ഞാൻ ഉടനെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങ് എന്നെ കൊന്നു കഴിഞ്ഞാൽ അങ്ങയെ പോലെ പണ്ടത്തെ പോലെ എനിക്ക് അങ്ങയെ, അതായത് വിഷ്ണു പാർഷദനായി സേവിക്കാനും സാധിക്കും. അതുകൊണ്ട് എന്റെ ഒരടി
സഹിക്കാൻ കരുണ ചെയ്യണമേ എന്നും ഇതിനെ സ്തുതിപരമായിട്ട് ഈ ശ്ലോകത്തെ പറയാം. തർഹ്യാനൃണാമുപയുമ്യജ്ഞ മിത്രാണാമിത്രവത്സലഃ ബന്ധുരൂപമരിം ഹത്വാ വ്യാധിം ദേഹചരം യഥാ. ശ്ലോകം 7. ഏവം രൂഷൈസ്തുതൻ വാക്യൈ കൃഷ്ണം സ്തോത്രൈർ ഇവ ദിപം ഗതയാദാടയത് മൂർധ്നി സിംഹവത് വ്യനദത് ച സഹ. ഏവം രൂക്ഷൈഃ സ്തുതൻ വാക്യൈഃ കൃഷ്ണം സ്തോത്രൈഃ ഇവ ദിപം. ഏവം ഇപ്രകാരം രൂക്ഷൈഃ കഠിനങ്ങളായ വാക്യൈഃ വാക്യങ്ങളാൽ സ്തോത്രൈ ദിപം ഇവ തോട്ടികൊണ്ട ആനയെ എങ്ങനെ കുത്തി ഉപദ്രവിക്കുന്നുവോ അതുപോലെ കഠിനമായ വാക്കുകൊണ്ട് കൃഷ്ണനെ തുതൻ വേദനിപ്പിക്കുന്നവനായി സഹ അവൻ ഗത കൊണ്ട് മൂർധാവിൽ അടിച്ചു. സിംഹമെന്ന പോലെ വ്യനദത് ശബ്ദിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ തിരിച്ചടിച്ചു കൊല്ലാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ഗത കൊണ്ട് ഭഗവാന്റെ തലയിൽ അടിച്ചു. എന്നിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത്. അടിച്ച് സിംഹമെന്ന പോലെ ഗർജിച്ചു. അപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിലേ ഭഗവാൻ തിരിച്ചടിച്ചു കൊല്ലുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഏവം രൂഷ്ടൈസ്തുതൻ വാക്യൈ കൃഷ്ണം സ്തോത്രൈർവദ്ദിപം ഗതയാ അദാടത് മൂർധ്നി സിംഹവത് വ്യനദത് ചനഃ സഹ. ശ്ലോകം 8. ഗതയാഭിഹിതോ അപ്യാജൗ ന ചചാലയദുദ്വഹഃ കൃഷ്ണോപി തം അഹൻ ഗുർവ്യാ കൗമോദക്യാ സ്തനാന്തരേ. ഗതയാ അഭിഹിതഃ ആജൗ എന്ന് വെച്ചാൽ ശിരസിൽ ഗത കൊണ്ട് അഭിഹിതഃ അടിച്ചുവെങ്കിലും യദുദ്വഹ യദുശ്രേഷ്ഠൻ ന ചചാല ചലിച്ചില്ല. ഭഗവാനല്ലേ, ഭഗവാന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഭഗവാന്റെ തലയിൽ അവൻ ഗത കൊണ്ടടിച്ചെങ്കിലും ഭഗവാൻ അതൊന്നും ഏറ്റില്ല. കൃഷ്ണനും തം അവനെ ഗുർവ്യ മഹത്തായിരിക്കുന്ന കൗമോദക്യ ഭഗവാന്റെ കൗമോദകി എന്നുള്ള ഗത കൊണ്ട് സ്തനാന്തരെ മാറിടത്തിൽ അഹൻ അടിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ തന്റെ കൗമോദകി എന്ന ഗത കൊണ്ട് അവന്റെ മാറിടത്തിൽ അടിച്ചു. ഗതയാ അഭിഹിതോ അപ്യാജോ ന ചചാലയദുദ്വഹ കൃഷ്ണോപി തമഹൻ ഗുർവ്യ കൗമോദക്യാസ്തനാന്തരേ. ശ്ലോകം 9. ഗദാ നിർഭിന്ന ഹൃദയ ഉദ്വമന്രുതിരം മുഖാത് പ്രസാര്യ കേശവ ബാഹുംഗ്രീ ധരണ്യാം നിപതത് വ്യസുഹോ. ഗദാ നിർഭിന്ന ഹൃദയ ഗദയാൽ തകർന്ന ഹൃദയത്തോടുകൂടിയവനായി നിർഭിന്ന ഹൃദയ തകർന്ന ഹൃദയത്തോടുകൂടിയവനായി ഉദ്വമൻ രുതിരം മുഖാദ് രുതിരം ഉദ്വമൻ മുഖത്തിൽ കൂടി രുതിരം രക്തത്തെ ഉദ്വമൻ ഛർദ്ദിക്കുന്നവനായി. അപ്പൊ അവൻ ഉടനെ തന്നെ അടിയേറ്റ് രക്തം ഛർദ്ദിച്ചു. പ്രസാര്യ കേശവ ബാഹു അംഗ്രീൻ കേശങ്ങൾ മുടി, ബാഹു കൈകൾ, അംഗ്രീൻ കാലുകൾ ഇവയെ പ്രസാര്യ പരത്തിയിട്ട് ധരണിയിൽ നപതത് എങ്ങനെയാണ്? വ്യസുഹു വിഗതമായ അസുക്കളോടുകൂടി, അതായത് പ്രാണൻ പോയി ഭൂമിയിൽ അവൻ പതിച്ചു. രക്തം ഛർദ്ദിച്ച് അവന്റെ പ്രാണൻ അപ്പോഴേ ഹൃദയത്തിലടിച്ചപ്പം പ്രാണൻ പോയി. രക്തം ഛർദ്ദിച്ച് അവൻ കൈയും കാലും ഒക്കെ വിടർത്തി, മരിച്ചു കിടക്കുമ്പോൾ കൈയും കാലും ഒക്കെ അങ്ങ് വിടർത്തി ഭൂമിയിൽ പതിച്ചു. അപ്പൊ അങ്ങനെ ദന്തവക്ത്രൻ മരിച്ചു വീണു. ഗദാ നിർഭിന്ന ഹൃദയ ഉദ്വമന്രുതിരം മുഖാത് പ്രസാര്യ കേശബാഹുംഗ്രീൻ തരണാം നപതത് വ്യസുഹോ. ശ്ലോകം 10. തതസൂക്ഷ്മതരം ജ്യോതി
കൃഷ്ണമാവിശദത്ഭുതം പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപ. തതഹ സൂക്ഷ്മതരം ജ്യോതി. അപ്പോഴെന്ത് ചെയ്തു? സൂക്ഷ്മതരമായ ഒരു ജ്യോതി, അവനിൽ നിന്നും പുറപ്പെട്ട ഒരു ജ്യോതിസ് കൃഷ്ണമാവിശദ്, കൃഷ്ണനിൽ പ്രവേശിച്ചു. അത്ഭുതം, അത്ഭുതം തന്നെ. എപ്പോഴാണ്? പശ്യതാം സർവഭൂതാന, സർവ ജനങ്ങളും നോക്കി നിൽക്കുകയാണ്. എങ്ങനെ? യഥാ ചൈദ്യവധേ. ആ ചൈദ്യൻ, ശിശുപാലൻ മരിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു ജ്യോതിഷ് കൃഷ്ണനിൽ പ്രവേശിച്ചത്, അതുപോലെ ദന്തവക്ത്രൻ എന്നൊരു ജ്യോതിസ് കൃഷ്ണനിൽ, തേജസ് കൃഷ്ണനിൽ പ്രവേശിച്ചു, ചെന്ന് ലയിച്ചു. ഇത് സർവജനങ്ങളും കണ്ടു. പശ്യതാം സർവഭൂതാനാം, സർവഭൂതങ്ങളും നോക്കി നിൽക്കെ സൂക്ഷ്മതരം അത്ഭുതം ജ്യോതിഹി, അതിസൂക്ഷ്മമായും അപൂർവമായുമായ ഒരു ജ്യോതിഷ്, തേജസ് കൃഷ്ണനിൽ ലയിച്ചു, പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ അവിഷ്ണു പാർഷദനായ വിജയന്റെ 3ാമത്തെ ജന്മത്തിൽ അവൻ വീണ്ടും സാരൂപ്യമുക്തി പ്രാപിച്ച് വിഷ്ണുലോകത്തെത്തി. തതസൂക്ഷ്മതരം ജ്യോതി കൃഷ്ണമാവിശദത്ഭുതം പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപാം. ശ്ലോകം 11. വിദൂരതസ്തു തത്ഭ്രാത ഭ്രാതൃശോക പരിപ്ലുതഃ ആഗച്ഛത് അസി ചർമാഭ്യാം ഉച്ഛ്വസൻ തത് ജിഘാംസയാം. വിദുരഥഃ തു തത്ഭ്രാത ഭ്രാതൃശോക പരിപ്ലുതഃ ആഗച്ഛത് അസി ചർമാഭ്യാം ഉച്ഛ്വസൻ തത് ജിഘാംസയാ. ഭ്രാതൃശോക പരിപ്ലുതഃ തത്ഭ്രാത വിദൂരഥഃ. ജ്യേഷ്ഠനെ നശിപ്പിച്ചത് നിമിത്തമുള്ള ദുഃഖത്തിൽ മുങ്ങിയവനായ തത്ഭ്രാത, ദന്തവക്ത്രന്റെ സഹോദരനായ വിദൂരഥഃ തു, വിദൂരഥനാകട്ടെ. അപ്പൊ ദന്തവക്ത്രന്റെ സഹോദരനാണ് വിദൂരഥൻ. അപ്പൊ തന്റെ സഹോദരൻ മരിച്ചപ്പോൾ വിദൂരഥൻ എന്ത് ചെയ്തു? ഉച്ഛ്വസൻ, ദീർഘമായി ശ്വാസം വിട്ടുകൊണ്ട് അസി ചർമാഭ്യാം, അസി വാള്, ചർമ്മ പരിച, അസി ചർമാഭ്യാം, വാളും പരിചയം ധരിച്ചുകൊണ്ട് തദ് ജിഘാംസയ, കൃഷ്ണനെ വധിക്കാനായുള്ള ആഗ്രഹത്തോടുകൂടി ആഗച്ഛൻ, ഓടി വന്നു. തന്റെ സഹോദരനായ ദന്തവക്ത്രൻ മരിച്ചപ്പോൾ അവന്റെ സഹോദരനായ വിദൂരഥൻ വാളും പരിചയം ധരിച്ചുകൊണ്ട് കൃഷ്ണനെ കൊല്ലാനായി അടുത്തെത്തി. വിദൂരതസ്തു തത്ഭ്രാത ഭ്രാതൃശോക പരിപ്ലുതഃ ആഗച്ഛത് അസി ചർമാഭ്യാം ഉച്ഛ്വസൻ തത് ജിഘാംസയാം. ശ്ലോകം 12. തസ്യ ച ആപതത കൃഷ്ണ ചക്രേണ ക്ഷുരനേമിന ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ടലം. തസ്യ ച ആപതത കൃഷ്ണ ചക്രേണ ക്ഷുരനേമിന ശിരഹ ജഹാര രാജേന്ദ്ര. ഹേ രാജശ്രേഷ്ഠ, കൃഷ്ണൻ എന്ത് ചെയ്തു? ക്ഷുരനേമിന, ഏറ്റവും മൂർച്ചയോടുകൂടിയ ചക്രേണ, തന്റെ സുദർശന ചക്രം കൊണ്ട് ആപതത, നേരിട്ട് വരുന്ന തസ്യ, അവന്റെ ദന്തവക്ത്രന്റെ വിദൂരഥന്റെ കിരീടം, സകിരീടം, കിരീടത്തോടും സകുണ്ടലം, കുണ്ടലത്തോടും കൂടിയ ശിരഹ, ശിരസിനെ ജഹാര, മുറിച്ചിട്ടു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? പാഞ്ഞു വരുന്ന അവനെ സുദർശന ചക്രം കൊണ്ട് അവന്റെ തല അറുത്ത് മുറിച്ചിട്ടു. തസ്യാപതത കൃഷ്ണ ചക്രേണ ക്ഷുരനേമിന ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ടലം. ശ്ലോകം 13. ഏവം സൗഭം ച ശാല്യം ച ദന്തവക്ത്ര സഹാനുജം ഹത്വാ ദുർവിഷഹാൻ അന്യൈർ ഈഡിത സുരമാനവൈഹി. ഏവം സൗഭം ച ശാല്യം ച ദന്തവക്ത്രം സഹാനുജം ഹത്വാ ദുർവിഷഹാൻ അന്യൈഹി ഈഡിതഃ സുരമാനവൈഹി. അന്യൈഹി, അന്യന്മാരാൽ, ദുർവിഷഹാൻ, സഹിക്കാൻ സാധിക്കാത്തവരായ, സൗഭം, സൗഭത്തെയും, ശാല്യം, ശാല്യനെയും,
സഹാനുജം അനുജനോടുകൂടിയ ദന്തവക്ത്രനെയും ഏവം ഇപ്രകാരം ഹത്വ കൊന്നിട്ട് സുരമാനവൈഹി ദേവന്മാരാലും മനുഷ്യരാലും ഈഡിതഹ സ്തുതിക്കപ്പെട്ടവനായി. അപ്പോൾ ശാല്യനെയും ദന്തവക്ത്രനെയും വിദൂരതനെയും കൊന്നപ്പോൾ ദേവന്മാര് എന്ത് ചെയ്തു? ദേവന്മാരും മനുഷ്യരെല്ലാം ഭഗവാനെ സ്തുതിച്ചു. ഏവം സൗഭം ശാല്യം ച ദന്തവക്ത്രം സഹാനുജം ഹത്വാ ദുർവിഷഹാൻ അന്യേർ ഈഡിതസുരമാനവൈഹി. ശ്ലോകം 14-15. മുനിഭി സിദ്ധഗന്ധർവൈർ വിദ്യാധരമഹോരഗൈഹി അപ്സരോഭി പിതൃഗണൈ യക്ഷൈ കിന്നരചാരണൈഹി വഗീയമാന വിജയ കുസുമൈ അഭിവർഷിതഃ വൃതശ്ച വൃഷ്ണിപ്രവരൈർ വിവേശ അലങ്കൃതം പുരി. അപ്പോ വിദൂരതനെയൊക്കെ കൊന്നപ്പോൾ എല്ലാ പേരും ഭഗവാനെ സ്തുതിച്ചു. ആരൊക്കെയാണെന്ന്? മുനിഭിഹി മുനികളാലും, സിദ്ധഗന്ധർവൈഹി സിദ്ധന്മാരും ഗന്ധർവന്മാരാലും, വിദ്യാധര മഹോരകൈഹി വിദ്യാധരന്മാരാലും മഹോരകങ്ങളാലും, അപ്സരോഭി അപ്സരസുകളാലും, പിതൃഗണൈഹി പിതൃഗണങ്ങളാലും, യക്ഷൈഹി യക്ഷന്മാരാലും, കിന്നരചാരണൈഹി കിന്നരന്മാരാലും ചാരണന്മാരാലും. അടുത്ത 15. ഉപഗീയമാന വിജയ കീർത്തിക്കപ്പെടുന്ന വിജയത്തോടു കൂടിയവനും, കുസുമൈഹി കുസുമങ്ങളാൽ പൂക്കളാൽ അഭിവർഷിത വർഷിക്കപ്പെടുന്നവനായും, വൃഷ്ണിപ്രവരൈഹി വൃഷ്ണിപ്രവരന്മാരാൽ വൃത ചുറ്റപ്പെട്ടവനായും, അലങ്കൃതം അലങ്കരിക്കപ്പെട്ട പുരിയെ വിവേശ പ്രവേശിച്ചു. അപ്പോ ഭഗവാൻ വിദൂരതനെ കൊന്നപ്പോൾ മുനികൾ, ഗന്ധർവന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, അപ്സരസുകൾ, പിതൃഗണങ്ങൾ ഇവരെല്ലാം ഭഗവാനെ പുകഴ്ത്തി ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. അപ്പൊ വൃഷ്ണിക്കാരെന്ത് ചെയ്തു? ഭഗവാന്റെ ചുറ്റും വന്നു നിന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഭഗവാനെ അലങ്കരിച്ച് ദ്വാരകയിൽ ഭഗവാൻ പ്രവേശിച്ചു. അപ്പൊ ഭഗവാൻ ഇവരെയൊക്കെ വധിച്ചിട്ട് വന്നപ്പോൾ ദ്വാരക അവരാഘോഷത്തോടുകൂടി അലങ്കരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ചുറ്റും വന്നു. ഭഗവാൻ അങ്ങനെ എല്ലാവരും ചുറ്റപ്പെട്ട ഭഗവാൻ ദ്വാരകയിൽ പ്രവേശിച്ചു. മുനിഭി സിദ്ധഗന്ധർവൈർ വിദ്യാധര മഹോരകൈഹി അപ്സരോഭി പിതൃഗണൈർ യക്ഷൈ കിന്നരചാരണൈഹി ഭഗീയമാന വിജയ കുസുമൈ അഭിവർഷിതഃ വൃതശ്ച വൃഷ്ണിപ്രവരൈർ വിവേശാലങ്കൃതാംബുരി. ശ്ലോകം 16. ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വരഃ ഈയതേ പശുദൃഷ്ടീനാം നിർജതോ ജയതീതി സഹാം. ഏവം യോഗേശ്വര കൃഷ്ണ ഇപ്രകാരം യോഗേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ, ജഗദീശ്വരഃ ലോകത്തിന്റെ നാഥനായ കൃഷ്ണൻ, ഈയതേ പശുദൃഷ്ടീനാം അജ്ഞന്മാർക്ക്, പശുദൃഷ്ടി എന്ന് വെച്ചാൽ മൃഗദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്തവരെന്ന്, അജ്ഞദൃഷ്ടികൾക്ക് നിർജിതഃ ജയിക്കപ്പെട്ടവനെന്നും ജയതീതി ജയിക്കുന്നവനെന്നും ഈയതേ തോന്നുന്നു. അപ്പൊ അജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഭഗവാൻ ജയിക്കപ്പെടുന്നവനെന്നും ജയിക്കുന്നവനെന്നും ഒക്കെ തോന്നുന്നുവെങ്കിലും ഭഗവാൻ ആരാണ്? ഭഗവാൻ എന്നും ജയിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്. ഭഗവാന് വിജയം തോൽവിയൊന്നും ഇല്ല. പക്ഷെ അജ്ഞന്മാർക്ക് ഭഗവാൻ ഇപ്പോൾ അവതാരമെടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ അവരെയൊക്കെ ജയിച്ചു എന്ന് തോന്നുന്നു. ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വരഃ ഈയതേ പശുദൃഷ്ടീനാം നിർജിതോ ജയതീതി സഹാ. ശ്ലോകം 17. ശുദ്ധ്വാ യുദ്ധോദ്യമം രാമ കുരൂണാം സഹ പാണ്ഡവൈഹി തീർത്ഥ അഭിഷേക വ്യാജേന മധ്യസ്ഥ പ്രയയോ കില. ശുദ്ധ്വാ യുദ്ധോത്തമം രാമഃ കുരൂണാം സഹ പാണ്ഡവൈഹി തീർത്ഥ അഭിഷേക വ്യാജേന മധ്യസ്ഥ പ്രയയോ കില. കുരൂണാം പാണ്ഡവൈ സഹ കുരുക്കളുടെ പാണ്ഡുപുത്രന്മാരോടുകൂടി യുദ്ധോദ്യമം യുദ്ധപരിശ്രമത്തെ ശുദ്ധ്വ കേട്ടിട്ട്, അതായത് കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടക്കും എന്ന് കേട്ടിട്ട് മധ്യസ്ഥത രണ്ടു ഭാഗത്തും ചേരാൻ മനസ്സില്ലാത്ത രാമൻ എന്ത് ചെയ്തു? ബലരാമൻ എന്ത് ചെയ്തു? തീർത്ഥ അഭിഷേക വ്യാജേന
തീർത്ഥസ്നാനത്തിന് ഞാനിതാ തീർത്ഥസ്നാനത്തിന് പോവുകയാണ്. അപ്പൊ പാണ്ഡവരും കൗരവരും ബലരാമനെ സംബന്ധിച്ച് തുല്യരാണ്. ദുര്യോധനൻ എന്ന് പറഞ്ഞത് ബലരാമന്റെ ശിഷ്യനാണ്. അപ്പൊ അങ്ങനെ ഇവരുടെ യുദ്ധം കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിതാ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ബലരാമൻ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ശുദ്ധായുദ്ധോദ്യമം രാമ കുരുണാം സഹ പാണ്ഡവൈഹി തീർത്ഥാഭിഷേക വ്യാജേന മധ്യസ്ഥ പ്രയോഗിലാം. ശ്ലോകം 18. സ്നാത്വാ പ്രഭാസേ സന്ദർഭ്യ ദേവർഷി പിതൃമാനവാൻ സരസ്വതീം പ്രതിശ്രോതം യയോ ബ്രാഹ്മണ സംവൃതഃ. പ്രഭാസേ, പ്രഭാസത്തിൽ സ്നാത്വ. അപ്പൊ ഭഗവാൻ ബലരാമൻ നേരെ പോയത് പ്രഭാസ തീർത്ഥത്തിലാണ്. ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട് പ്രഭാസത്തിൽ ചെന്ന് സ്നാനം ചെയ്ത് പിതൃമാനവാൻ, പിതൃക്കളെയും ഋഷികളെയും മനുഷ്യരെയും സന്ദർഭ്യ സമ്യക്കാവുമെണ്ണം തർപ്പണം ചെയ്തിട്ട്, അതായത് ശ്രാദ്ധം എല്ലാവർക്കും ശ്രാദ്ധം നടത്തിയിട്ട് പിതൃക്കൾക്ക് ശ്രാദ്ധം നടത്തി സന്ദർഭ്യ സമ്യക്കാവുമെണ്ണം തർപ്പണം ചെയ്തിട്ട് സരസ്വതിയെ പ്രതിശ്രോതം അഭിമുഖമാകുമെണ്ണം ബ്രാഹ്മണ സമൃദ്ധ ബ്രാഹ്മണരോട് കൂടിയവരായി യയോ ദാനം ചെയ്തു. അപ്പോൾ ദേവന്മാർ ഋഷികൾ പിതൃക്കൾക്കെല്ലാം അവരൊക്കെല്ലാം തർപ്പണം നടത്തി അവരെല്ലാം തൃപ്തിപ്പെടുത്തിയിട്ട് അപ്പൊ കൂടെ കുറെ ബ്രാഹ്മണര് കൂടി അവരെയും കൂട്ടിക്കൊണ്ട് സരസ്വതി നദിയുടെ തീരത്ത് കൂടി സഞ്ചരിച്ചു. സ്നാത്വാ പ്രഭാസേ സന്ദർഭ ദേവർഷി പിതൃമാനവാൻ സരസ്വതീം പ്രതിശ്രോതം യയോ ബ്രാഹ്മണ സമൃദ്ധഃ. ശ്ലോകം 19-20. പൃഥൂതകം ബിന്ദുസരാ സ്ത്രിതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ച ചക്രം പ്രാചീം സരസ്വതീം യമുനാമനുയാന്യേവ ഗംഗാമനു ച ഭാരത ജഗാമനൈമിഷം തത്ര ഋഷയത്തത്ര മാസതേ. ഇനി ബലരാമൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. പൃഥു ഉദകം ബിന്ദു സരസ. പൃഥൂദകം ബിന്ദു സരസ് ത്രിതകൂപം സുദർശന തീർത്ഥം വിശാലം ബ്രഹ്മതീർത്ഥം ചക്രതീർത്ഥം. അപ്പോ ഭഗവാൻ സഞ്ചരിക്കുന്ന സ്ഥലമാണ്, ബലരാമൻ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. പൃഥൂദകം ബിന്ദു സരസ് ത്രിതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ചക്രതീർത്ഥം. ഇനി കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയും യമുനയും. പ്രാചീം സരസ്വതി, അടുത്തത് കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി, അടുത്ത 20ാമത്തെ ശ്ലോകത്ത് യമുനയും പിന്നെ അതിന്റെ തീരത്തുള്ള മറ്റ് സ്ഥലങ്ങളും ഗംഗയും അതിന്റെ തീരത്തുള്ള മറ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഓരോയിടത്തും ചെന്ന് തീർത്ഥ സ്നാനങ്ങൾ നടത്തി സ്നാനപിണ്ഡ തർപ്പണാദി കഴിച്ചു. അങ്ങനെ അവസാനം എവിടെ എത്തി? ഋഷികൾ മഹാസത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നൈമിഷ്യാരണ്യത്തെ പ്രവേശിച്ചു. നൈമിഷ്യാരണ്യത്തിലെത്തി. നമ്മുടെ ഇവിടെ കഥ തുടങ്ങുന്നത് തന്നെ നൈമിഷ്യാരണ്യത്തിലാണ് കഥ തുടങ്ങുന്നത് അല്ലേ? അപ്പൊ അവിടെ കലിദോഷമില്ലാതിരിക്കാൻ സത്രം നടക്കുകയാണ്. അതാണ് ഭാഗവതത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത്. അവിടെ 88,000 മുനിമാർ പങ്കെടുത്ത ഒരു സത്രമാണ്. കലിദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി സത്രം നടത്തുകയാണ്. അപ്പൊ സൂതൻ അവിടെ നിന്ന് പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഭാഗവതം തുടങ്ങിയത് തന്നെ. അപ്പൊ അങ്ങനെ ഋഷിമാർ സത്രം നടത്തുന്ന നൈമിഷ്യാരണ്യത്തിൽ ബലരാമൻ പ്രവേശിച്ചു. പൃഥൂതകം ബിന്ദു സരസ സ്ത്രിതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ച ചക്രം പ്രാചീം സരസ്വതി യമുനാമനുയാന്യേവ ഗംഗാമനു ച ഭാരത ജഗാമ നൈമിഷം യത്ര ഋഷയേ തത്രം ആസദേ. ജഗാമ നൈമിഷം എന്നുള്ള സ്ഥലത്തിൽ ഋഷികൾ സത്രം ആസദേ സത്രം അനുഷ്ഠിക്കുന്നു. തത്ര അവിടെ ജഗാമ അവിടെ എത്തിച്ചേർന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.